പൊതുവെ വിദേശ രാജ്യത്തും തേനും പാലും ഒന്നും ഒഴുകുന്നില്ല. സർ, എന്നെ പോലത്തെ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് സ്റ്റഡി അബ്രോഡ് ഡ്രീം ചെയ്യുന്ന പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയൊരു അഡ്വൈസ് എന്താ? കുറേ അഡ്വൈസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ചതിക്കുഴികളിൽ വീടരുത്. ഇപ്പം കേരളത്തിൽ തന്നെ അടുത്ത് നോക്കിയാൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളതും അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള കൂണുകൾ പോലെ ഇഷ്ടംപോലെ ഏജൻസികളുണ്ട്. ഇവർ കൊടുക്കുന്ന ഈ എന്താ പറയുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്വൈസ് അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങളൊക്കെ കേട്ട് നിങ്ങളോട് പോരുത്. പൊതുവെ വിദേശ രാജ്യത്തും തേനും പാലും ഒന്നും ഒഴുകുന്നില്ല. ഇറ്റ്സ് എ ബിഗ് ചലഞ്ച്. നിങ്ങളൊരു പുതിയ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് പോണേ. ഒരു പുതിയ സ്റ്റഡി സിസ്റ്റമാണ് അവിടെ. ക്ലൈമറ്റ് സിസ്റ്റം വേറെയാണ്, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്, പുതിയ നിയമങ്ങളുണ്ട്. അപ്പോൾ ഇതിനോടൊക്കെ ജെല്ലാവാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 months സമയമെടുക്കും. അതുപോലെ പാർട്ട് ടൈം ജോബിനൊക്കെ കുറച്ച് സമയമെടുക്കും. അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെല്ലാം ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഏജൻറ്റ് പറയുന്ന കാര്യം ജെനുവിൻ ആണോ, യൂണിവേഴ്സിറ്റിയിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ, എംബസിയുടെ വെബ്സൈറ്റിൽ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതല്ലാതെ കണ്ടമാനം അവരെ വിശ്വസിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വിശ്വസിച്ച് നിങ്ങൾ ഒരിക്കലും പോരുത് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാം.